പ്രിയമുള്ളവരെ നമസ്കാരം. ഏവർക്കും അക്ഷരഗ്രാമം PSCയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇത് അക്ഷരഗ്രാമം PSC നേതാജിപുരം പോത്തൻകോട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം, കഴിഞ്ഞ ആഴ്ച PSC നിരവധി തസ്തികകളിലേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ വേണ്ടി ഉദ്യോഗാർത്ഥികളോട് ആവശ്യപ്പെടുകയുണ്ടായി. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം എന്ന് PSC അതിൽ പറഞ്ഞിരുന്നു. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് PSC സ്വീകരിക്കുമോ എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ പലരും ചോദിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. ആദ്യമായി അറിയേണ്ടത്, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ എല്ലാ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും PSCയിൽ സമർപ്പിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് PSC നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള മോഡലിലായിരിക്കണം ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ അതിൽ നമ്മൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ സ്വഭാവം, ചെയ്തിരുന്ന തസ്തികയുടെ പേര്, എത്ര നാൾ ആ ജോലിയിൽ തുടർന്നു എന്ന് അതിൽ കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം. 3, സർട്ടിഫിക്കറ്റിൽ അറ്റസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ പേര്, ഡെസിഗ്നേഷൻ എന്നിവയുള്ള ഒരു സീലുണ്ടാവണം. അതുകൂടാതെ സ്ഥാപനത്തിൻ്റെ തന്നെ മുദ്രയും, അതായത് റൗണ്ട് സീൽ നമ്മൾ പറയുന്ന ആ മുദ്രയും അതിനകത്ത് ഉണ്ടാകണം. 4-മത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ സർട്ടിഫിക്കറ്റും PSC സ്വീകരിക്കുന്നുണ്ട് എന്ന്. ഇതിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓഫീസ് മേലധികാരിയുടെ മാത്രം ഒപ്പ് മതിയാകുന്നതാണ്. അതായത് സർക്കാർ സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കുമ്പോൾ അവിടെ ഓഫീസ് മേലധികാരിയുടെ അറ്റസ്റ്റ് മാത്രം മതിയാകുന്ന, സൈൻ മാത്രം മതിയാകുന്നതാണ്. ഇനി പലരും ചോദിക്കാറുണ്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ സർട്ടിഫിക്കറ്റ് PSC സ്വീകരിക്കുമോ എന്ന്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, PSC ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും PSC സ്വീകരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഹാജരാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കുമ്പോൾ ഇതിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് 2 ഭാഗമുണ്ട്. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത്. മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും. ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിൽ മുകളിലത്തെ ഭാഗം പൂരിപ്പിക്കേണ്ടത് സ്ഥാപനത്തിൻ്റെ മേലധികാരി അവിടെ അറ്റസ്റ്റ് ചെയ്യണം. ആ പൂരിപ്പിച്ച മുകളിലത്തെ പോർഷൻ പൂരിപ്പിച്ചതിന് ശേഷം അറ്റസ്റ്റ് ചെയ്യേണ്ടത് അത് സ്ഥാപനത്തിൻ്റെ മേലധികാരിയാണ്. എന്നാൽ താഴത്തെ ഭാഗം ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ലേബർ ഓഫീസറോ അസിസ്റ്റന്റ് ലേബർ ഓഫീസറോ ആണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ ഹാജരാക്കേണ്ടതെങ്കിൽ 2 കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് 2 ഭാഗമുണ്ട്. ഒരു സർട്ടിഫിക്കറ്റിനകത്ത് 2 ഭാഗമുണ്ട്. മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും. മുകളിലത്തെ ഭാഗമാണ് ഒപ്പിടേണ്ടത് ആരെന്ന് ചോദിച്ചാൽ അത് സ്ഥാപനത്തിൻ്റെ മേലധികാരിയും. താഴത്തെ ഭാഗം ഒപ്പിടേണ്ടത് ലേബർ ഓഫീസറോ അസിസ്റ്റന്റ് ലേബർ ഓഫീസറോ ആണ് അത് അവിടെ അറ്റസ്റ്റ് ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങളും അതുപോലെ PSCയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ്സുകളൊക്കെ അറിയുവാൻ വേണ്ടി, പഠിക്കുവാൻ വേണ്ടി അക്ഷരഗ്രാമം PSC സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന ഒരു അഭിപ്രായത്തോടു കൂടി, എന്ന ഒരു അപേക്ഷയോടുകൂടി പുതിയ ഒരു അധ്യായവുമായി എത്തുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.